ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. നമ്മൾ വീടിനടുത്ത് ചെറിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഡൈനോ എക്സിബിഷനാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഡൈനോസേഴ്സിൻ്റെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മക്കളെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഒന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് മനുവിന് ഡൈനോസറിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഡൈനോ ടീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി, ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനുണ്ട്, യമിനിയുണ്ട്. നല്ല തണുപ്പുണ്ട് ഇന്ന്, അതുകൊണ്ട് തന്നെ അച്ഛൻ തണുപ്പാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് അങ്ങോട്ടൊന്ന് പോവാണ്. ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോട്ടെ. എല്ലാവരെയും കണ്ടിട്ട് പേടിയാണ്, താഴെ ഇറങ്ങുന്നില്ല. ടച്ച് ചെയ്ത് നോക്കുന്നോ? തൊട്ട് ചെയ്ത് നോക്കി.
ഇവിടെ നല്ല രസമാണ്. ഡൈനോ മാത്രമല്ല, കുട്ടിക്കുള്ള കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ കുറേ ഫുഡിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വെതറും വലിയ കുഴപ്പമില്ല, തണുപ്പുണ്ട് എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര വലിയ പ്രശ്നമില്ല ഇപ്പോഴ്. അപ്പോൾ മനു എന്തായാലും പേടിച്ചിരിക്കുവാണ്, മനുവിന് കാണണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മളെന്തായാലും മെല്ലെ ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. മനു ഇവിടെയുള്ളൊരു ചെറിയൊരു പാർക്കാണ്. അപ്പോൾ പാർക്കിനോട് ചേർന്നിട്ട് തന്നെ ഇവർ ഇതൊക്കെ സെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്, കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആണ്. മനു കുറച്ച് നേരം പേടിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു, ഇപ്പം എല്ലാം താഴെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇതെല്ലാ വർഷവും ഇവിടെ ഉണ്ടാകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവർ മെൽബണിൻ്റെ തന്നെ പല ലൊക്കേഷനിൽ ഇതേപോലെ ഈ സീസണിൽ അവർ വരുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളിനി നല്ല കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ കുറേ ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇനി ഫുഡൊക്കെ കിട്ടുമോ നോക്കട്ടെ. ഷാനു ഓൾറെഡി ടയർഡായി എന്നാണ് പറഞ്ഞത്, വന്നിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമ്മളിനി പോയി ഒന്ന് ഫുഡൊക്കെ നോക്കട്ടെ.